തങ്കിപ്പള്ളിയിലോട്ട് പോകുന്ന വഴി ചോദിച്ചേ. അപ്പോൾ ചേച്ചിമാർ പറഞ്ഞു നേരെ പോയിട്ട് കിഴക്കോട്ട് പോയി. അപ്പം ഇവിടെ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ, പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ. കിഴക്ക് വടക്ക് അങ്ങനെയുള്ള കാര്യമാണ് പറയുന്നത്. എന്നെ ഉദ്ദേശം വണ്ടി വരുന്നത് 2 വണ്ടി വന്നേ ഉണ്ടോ. കുഞ്ഞു റോഡാ, കുഞ്ഞു റോഡ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തങ്കിപ്പള്ളിയിലാണ് കേട്ടോ. കർത്താവിന്റെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുവാനും അതിനായി ഒരു പീഡിത രൂപം വാങ്ങുവാനും നമ്മുടെ ഈശോയുടെ തലമുടി വളർന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഉപേക്ഷിക്കത്തില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ നേർച്ച എന്ന് പറഞ്ഞാൽ പിടിയേരിയാണ് കേട്ടോ. പിടിയേരി നേർച്ചയാണ് ഇവിടുത്തെ പ്രധാന നേർച്ച. നമുക്ക് പള്ളിക്കകത്തേക്ക് കയറാം. ഒരു വർഷം കൊണ്ട് ശേഖരിച്ച അരിവിറ്റ് കിട്ടിയ പണം കൊണ്ടാണ് ഈ തിരുസ്വരൂപം വാങ്ങിയത്. ഒത്തിരി ത്യാഗം സഹിച്ച് വാങ്ങിയത് കൊണ്ടാകാം ഈ തിരുസ്വരൂപം വന്ന നാൾ മുതൽ ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് അനവധിയായ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ത്യാഗപൂർണമായ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകിയത് സ്ത്രീകളായതുകൊണ്ടാവാം ഈ തിരുസ്വരൂപത്തിന്റെ മുടി സ്ത്രീകളുടേതുപോലെ വളർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തുന്നവരുടെ വിശ്വാസവും വളരുന്നു. 36കളിലെ സ്ത്രീകളുടെ കൂട്ടായ്മ ഇന്ന് പുതുതലമുറയിൽ ഇവിടെ കാണാവുന്നതാണ്. ഈ രൂപം നിർമ്മിച്ചത് എവിടെയാണെന്നതിന് വ്യക്തമായ അറിവുകൾ ലഭ്യമല്ല. ഇടക്കൊച്ചി സെയിന്റ് ലോറൻസ് ദേവാലയത്തിൽ വെച്ച് ദൈവദാസൻ മോൺസിഞ്ഞോർ ലോറൻസ് പുളിയനത്ത് ഈ രൂപം വെഞ്ചരിച്ചതിന് ശേഷം തിരുമുഖത്തെ ചൈതന്യം കണ്ടിട്ട് ഈ രൂപം തങ്കിയെ തങ്കമാക്കുമെന്ന് പ്രവചിച്ചിരുന്നു. അക്ഷരാർത്ഥത്തിൽ ലോറൻസ് അച്ഛന്റെ പ്രവചനം പൂർത്തിയായി കഴിഞ്ഞു. രൂപവും വഹിച്ച് കെട്ടുവള്ളം തങ്കിയിലേക്കുള്ള യാത്രാമധ്യേ കൈതപ്പുഴ കായലിലെ തിരുവിതാംകൂർ കൊച്ചി അതിർത്തിയിൽ ബ്രിട്ടീഷുകാർ നികുതി ചോദിച്ചുകൊണ്ട് വഞ്ചി തടഞ്ഞിട്ടു.
പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുകയും അവരുടെ ഷെഡ് നിലംപൊത്തുകയും ഉദ്യോഗസ്ഥന്മാർ ഭയന്നോടുകയും ചെയ്തുവെന്നുമാണ് ചരിത്രം പറയുന്നത്. വഞ്ചി താനെ തെക്കോട്ട് നീങ്ങുകയും തങ്കിപ്പള്ളിയുടെ സമീപത്തടുക്കുകയും ചെയ്തു. തുടർന്ന് പള്ളിയിൽ കൂട്ടമണി മുഴങ്ങുകയും ഓടിക്കൂടിയ ജനങ്ങൾ തിരുസ്വരൂപം ദർശിച്ച് പ്രാർത്ഥന തുടങ്ങുകയും ചെയ്തു. ഈ സമയം പള്ളിമുറ്റത്ത് തന്നെ ചില ആളുകൾ നേർച്ചക്കഞ്ഞി വെച്ച് നൽകി. ഇത് കഴിച്ച പലർക്കും രോഗശാന്തി ലഭിച്ചതായി പറയപ്പെടുന്നു. അതിന്റെ ഓർമ്മയ്ക്കായാണ് ഇവിടെ നേർച്ചക്കഞ്ഞി വിതരണം നടക്കുന്നത്. കഞ്ഞിയായല്ല, ദിവ്യ ഔഷധമായാണ് വിശ്വാസികൾ ഇതിനെ കണക്കാക്കുന്നത്.